Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 5 ഗ്രൂപ്പ് ഡൈനാമിക്സ് നോക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതിലിവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് വിതിൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന എത്രത്തോളം ഫോഴ്സസ് ഉണ്ട് അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ശരിക്കും ഡൈനാമിക്സ് എന്നൊരു വേർഡ് ഗ്രീക്ക് വേർഡാണ്. അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അവിടെ പീപ്പിൾ ഇൻട്രാക്ട് ഫേസ് ടു ഫേസ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. മുഖാമുഖം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് 2-5 ആളുകൾ ചേർന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയി. അപ്പോൾ അവിടെ എന്തറിയാൻ പറ്റും? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് വിത്തിൻ എ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെ എത്രത്തോളം ഫോഴ്സസ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി തന്നെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് മെന്റ് ബൈ ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കളക്ഷൻ ഓഫ് 2 or more പേഴ്സൺസ്. 2-ലധികം പേഴ്സൺസ് എവിടെ കൂടുന്നു അതെല്ലാം ഒരു ഗ്രൂപ്പാണ്. സൊസൈറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ദംസെൽസ് ഹ്യൂജ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി, ഒരു കൂട്ടം ആളുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്ന ഓർഗനൈസേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് വിച്ച് ഫോർമലി ഓർഗനൈസ്ഡ്. ഇവിടെ എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പാണത്? ഫോർമലി ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. സം കോമൺ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അതിനും അതിൻ്റെ മെമ്പേഴ്സിനും. അതേപോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അത് എങ്ങനെ ഇൻട്രാക്ഷൻ അധികവും ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പോൾ ഇതിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? 2 or more ഇൻഡിവിജ്വൽസ് ഇൻട്രാക്ടിങ് ആൻഡ് ഇന്റർഡിപെൻഡൻറ്റ് ഹു ഹാവ് കം ടുഗദർ ടു അച്ചീവ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ്. വളരെ ഈസി ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2-ലോ അധികമോ ആൾക്കാർ ചേർന്നുകൊണ്ട് ഇന്റർഡിപെൻഡൻ്റ് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കോമൺ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് മേ ബി ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ ഫിനോമിനൻ ഇൻ വിച്ച് 2 or more പേഴ്സൺ ഡിസൈഡ് ടു ഇൻട്രാക്ട് വിത്ത് വൺ അനദർ, ഷെയർ കോമൺ ഐഡിയോളജി. നമ്മുടെ ഒരു 4-5 പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പം അവർ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ചെയ്യാനും അവരുടെ കോമൺ ഐഡിയാസ് ഷെയർ ചെയ്യാനും അതിലെങ്ങനെ അതിൽ ഓരോരുത്തരെയും മറ്റുള്ളവർ നോക്കി കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഗ്രൂപ്പിലുണ്ടാവുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ അഗ്രഗേഷൻ ഓഫ് പേഴ്സൺസ്, മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. വെസ്റ്റഡ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ്. ഇനി ഇവരെന്തിനാണ് ഒരു ഗ്രൂപ്പ് ആവുന്നത്? അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റോ ഐഡിയോളജിയോ ഗോളോ കോമൺ ടേസ്റ്റോ ക്രീഡോ അങ്ങനെ എല്ലാ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ അവരെല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ്. തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? ഇൻട്രാക്ഷൻ. അത് ഒരാളിലുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അവരുടെ ഫീലിങ്സ്, അവരുടെ ഫാക്റ്റുകൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെയോ ഗസ്റ്റേഴ്സിലൂടെയോ റൈറ്റിങ്സിലൂടെയോ ഒക്കെ പരസ്പരം അത് ഷെയർ ചെയ്യപ്പെടുന്നു. പെർസീവ്ഡ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റിയുടെ പേരിലാണ്. കാരണം ഈച്ച് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് പെർസീവ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ആൻഡ് റെക്കഗ്നൈസ്ഡ് അതേഴ്സ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അവിടെ 10 പേര് ചേരുമ്പോഴൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് 10 പേരായിട്ടല്ലല്ലോ പറയുന്നത്, ഏതെങ്കിലും ഒരൊറ്റ ഗ്രൂപ്പ് എന്ന പേരിലാണ് അവിടെ കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഗ്രൂപ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഔദ്യോഗികപരമായി ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു ജോലിക്കുള്ള സ്ഥാപനത്തിൽ കയറുമ്പം അവിടെ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുൾ സ്പെസിഫിക് നീഡ്സ് ഓഫ് ടാസ്ക്. അതിന് വേണ്ട ചില ടാസ്കുകൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻ്റെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ, മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഗ്രൂപ്പ് ഒഫീഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മേ ബി പെർമനൻ്റ് ആയിരിക്കാം. ഇത് ഫോം ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടീം ആയിരിക്കാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് കമ്മിറ്റി, വർക്ക് യൂണിറ്റ്സ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ആവാം, സ്റ്റാഫ് ഗ്രൂപ്പ് ആയിരിക്കാം ഏതെങ്കിലും ഒരു പ്രത്യേക ഫീൽഡിലുള്ളത്. അങ്ങനെ ഓർഗനൈസേഷൻ്റെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഫോർമലി ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകളായിരിക്കാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അവിടെ ഒരു ടാസ്ക് നമുക്ക് ഇൻഡിവിജ്വലി മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊന്നിച്ച് നമുക്ക് ഗ്രൂപ്പായിട്ട് കൊടുക്കാം. നമുക്ക് കറക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. പുതിയ സ്കില്ലുകളും ടാലൻസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻറ്റ് മീൻസ് ഓഫ് കൺട്രോൾ എംപ്ലോയിയുടെ ബിഹേവിയറിൽ നമുക്ക് ചെയ്യാൻ പറ്റാം. ഇമ്പോർട്ടിംഗ് വ്യൂസ് ആൻഡ് മെത്തേഡ്സ് ടു ന്യൂ എംപ്ലോയി. പുതിയ എംപ്ലോയീസിന്
നമ്മുടെ മെത്തേഡ്സും വ്യൂസൊക്കെ കൊടുക്കാൻ സാധിക്കാം. സാറ്റിസ്ഫൈ അഫിലിയേഷൻ ആൻഡ് സോഷ്യൽ ആക്സെപ്റ്റൻസ്. ഒരു ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് മറ്റുള്ളവരാൽ നമ്മൾ ആദരിക്കപ്പെടുക അല്ലെങ്കിൽ അവരായിട്ട് അംഗീകരിക്കപ്പെടുന്നതും അവരുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ വരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പേര് തന്നെ അറിയാം. മറ്റത് ഫോർമലായിട്ട് തന്നെ നിർബന്ധമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോളണ്ടറി ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ആരും ഫോർമലി ഉള്ള ഒരു സ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നതല്ല. ആൻഡ് നീഡ് ഓഫ് സോഷ്യൽ കോൺടാക്റ്റ്, നമ്മൾക്ക് മറ്റുള്ളൊരു വ്യക്തികളുമായി ഇടപഴകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസേഷൻ്റെ ബേസിലല്ല, ഓപ്പറേഷൻ സോഷ്യൽ സൈക്കോളജിക്കൽ ഫോഴ്സസിൻ്റെ ബേസിലാണ്. ഒരേ ടേസ്റ്റുള്ള ആളുകൾ, ഒരേ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഒരേ ഐഡിയാസ്, അങ്ങനെയുള്ള ആളുകൾ സ്വമേധയാ ചേരുന്നത് തന്നെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർമലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. ഇവിടെ ഇൻട്രാക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സിമിലർ ഐഡിയാസ് ഉള്ളവരായിരിക്കാം, ഇൻട്രസ്റ്റും അഫിനിറ്റി ടുവേർഡ്സ് വൺ, അതായത് ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യുന്നുണ്ട്, ടോക്ക് ടു ഈച്ച് അതർ ഓൺ വർക്ക് ആൻഡ് നോൺ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. മെമ്പേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷനുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഫ്രം വിതിൻ ദ സെയിം ഫോർമൽ ഗ്രൂപ്പിലുള്ളതായിരിക്കാം. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ഒന്ന്, ഡിസയർ ടു സോഷ്യലൈസ്. നമുക്കെപ്പോഴും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എല്ലാവരുമായിട്ടും കണ്ടും സംസാരിച്ചും അവരുമായിട്ട് ഐഡിയാസ് ഷെയർ ചെയ്തും താല്പര്യമുള്ള ആളുകളാണ് പൊതുവെ സോഷ്യലൈസ് ആവാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം ഈ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ജോബ് സ്പെഷ്യലൈസേഷൻ്റെ ഭാഗമായി നമ്മൾ ജോബുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നമ്മൾ ഒരേപോലെ ചെയ്ത് വരിക, അല്ലെങ്കിൽ ബോറടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് സീരിയസ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മോട്ടിവേഷൻ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാം, ഒരു ഓട്ടോണമി, ഒരു ഐഡൻറ്റിഫിക്കേഷനൊക്കെ കൊണ്ടുവരാനൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. എസ്കേപ്പ് ഫ്രം വർക്ക് എൻവയോൺമെൻറ്റ്. പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താ, കുറേ നമ്മൾ വർക്ക് ചെയ്ത് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ടെൻഷൻ ഫ്രീ ആവാനൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എൻവയോൺമെൻറ്റിൽ കേപ്പബിൾ എംപ്ലോയി റിക്വയർസ് ലെസ് ടൈം ടു പെർഫോം എ ജോബ്. നല്ലൊരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കും. ആൻഡ് ഇനഫ് ടൈം റിമെയിൻ അവൈലബിൾ ഫോർ ഇൻഫോർമൽ ഇൻട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ ആൾക്ക് അവരുടെ ജോലി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്ന് എൻജോയ് ചെയ്യാനുള്ള സമയമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഹൈറാർക്കിക്കൽ കൺട്രോൾ. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറ്റത്ത് നിന്ന് തുടങ്ങി വേറൊരു അടുത്തേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകുന്നൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഓരോ ഓർഗനൈസേഷനിലും കൺട്രോളിങ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആൻഡ് എപ്പോഴും ഇത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് ടു ഡൗൺവേർഡ് ആൻഡ് ഈസ് നോട്ട് ക്ലിയർ. അങ്ങനെ വരുമ്പോൾ അത് ക്ലിയർ ആവില്ല. ദേ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഇൻഫോർമൽ ഗ്രൂപ്പ് ടു സീക്ക് സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഗ്രൂപ്പുകളെ ആയിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് കമാൻഡ് ഗ്രൂപ്പ്. കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഇൻഡിവിജ്വൽസ് പ്രധാനമായിട്ടും കമ്പോസ് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ട് ഡയറക്ട്ലി ടു എ ഗിവൺ മാനേജർ ഈസ് കോൾഡ് എ കമാൻഡ് ഗ്രൂപ്പ്. ഒരാളെ നിർദ്ദേശാനുസരണമായിരിക്കും ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആ ഗ്രൂപ്പ് ഫോം ചെയ്ത ആൾക്കായിരിക്കും. ഓർഗനൈസേഷൻ ചാർട്ട് സ്പെസിഫൈ കമാൻഡ് ഗ്രൂപ്പ്. ഇറ്റ് കംപ്രൈസസ് സബോർഡിനേറ്റ്സ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ കോമൺ സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസറും 10 എംപ്ലോയീസും അയാൾ താഴെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നു. ഓരോ ദിവസവും കഴിയുമ്പോൾ അതിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് സൂപ്പർവൈസറെ അറിയിക്കുന്നു. ഇതാണ് കമാൻഡ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ടാസ്ക് ഗ്രൂപ്പാണ്. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഗ്രൂപ്പ് ഫോം ചെയ്യാം. നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ടുഗദർ ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓർ ജോബ് ഈസ് കൺസിഡേർഡ് ആസ് എ ടാസ്ക് ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ ഒരു ജോബോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ടാസ്ക് ഗ്രൂപ്പ്. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ദ പ്രോസസ് ഓഫ് വർക്ക്. ഇങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട കമ്മ്യൂണിക്കേഷൻ, ഒരു കോപ്പറേഷനൊക്കെ അവിടെ കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടീം എന്ന പേരിലും അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ടീം എന്ന് പറഞ്ഞാലും ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ദാറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് എ യൂണിറ്റ് ആയിട്ടോ ലിറ്റിൽ ഓർ നോ സൂപ്പർവിഷൻ ക്യാരി ഔട്ട് വർക്ക് റിലേറ്റഡ് ടാസ്കുകൾ ഉണ്ടാകും, ഫങ്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനൊക്കെ ആദ്യം കാലങ്ങളിലൊക്കെ പറഞ്ഞത് ഗ്രൂപ്പ്സ് ആൻഡ് ക്വാളിറ്റി സർക്കിൾസ് എന്നുള്ള പേരിലൊക്കെ ആയിരുന്നു. ഇന്നത് ടേംസ് സെൽഫ് മാനേജ്ഡ് ടീംസ് ക്രോസ് ഫങ്ഷണൽ ടീംസ് ഹൈ പെർഫോമൻസ് ടീംസ് എന്നൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ടാസ്ക് ഗ്രൂപ്പ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ പേര് തന്നെ അറിയാം, ഇവിടെ എല്ലാവരും ഒന്നിച്ച് ചേരുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടി മാത്രമാണ്. ഈ ഒരു ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ആവുന്ന. മെമ്പേഴ്സ് ഓഫ് ദി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് മേ ഓർ മെ നോട്ട് ബി മെമ്പേഴ്സ് ദ സെയിം കമാൻഡ് ആൻഡ് ഓർ ടാസ്ക് ഗ്രൂപ്പ്. ഇതിൽ വരുന്ന ആളുകൾ വേണമെങ്കിൽ ഒരുമിച്ച് വരുന്ന സ്ഥലത്തു നിന്നായിരിക്കാം, അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളും ആയിരിക്കാം. ഒരു കോമൺ ഇൻട്രസ്റ്റിൻ്റെ മുകളിലും ഒരു ഒബ്ജക്റ്റീവ് ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന, നമുക്കൊരു ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ അവരായിട്ട് വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും ഒരുമിച്ച് വന്ന് അവരെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് റെഫേർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ സെൽഫ് ഇവാലുവേഷൻ. ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റെഫർ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് വരുന്നത് സോഷ്യൽ കമ്പാരിസണും ചെയ്യും, സോഷ്യൽ വാലിഡേഷനും ചെയ്യുന്നുണ്ട്. സോഷ്യൽ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ദ ഓപ്പർച്യൂണിറ്റി ടു കമ്പയറിങ് ഹിംസെൽഫ് വിത്ത് അതർ ഫെലോ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു 10 പേരിലൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ എന്നെ തന്നെ 9 പേരുമായിട്ട് അവിടെ കമ്പയർ ചെയ്യണം. അതാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പോസിബിലിറ്റീസ് ഓഫ് റീഅഡ്ജസ്റ്റിംഗ് വൺസ് ബിഹേവിയർ ടു കൺഫേം ടു സോഷ്യൽ ബിഹേവിയർ ഇൻ ദ ഫോം ഓഫ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത്, മറ്റുള്ളവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചില ബിഹേവിയർ പുതിയതായിട്ട് കൊണ്ടുവരാനോ ഉള്ളത് നമുക്ക് ശരിയല്ല തോന്നിയത് കളയാനോ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ താല്പര്യം അവിടെ വരുന്നുണ്ട്. സോഷ്യൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സാങ്ഷൻ ഓർ അപ്രൂവൽ ഓഫ് എ സർട്ടൺ ആക്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു അപ്രൂവൽ കിട്ടുക ആ ഗ്രൂപ്പിൽ തന്നെ, അതിനാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് ടു വിച്ച് ഇൻഡിവിജ്വൽസ് ബിലോങ് ഓർ ഹോപ്പ് ടു ബിലോങ് വിത്ത് ഹൂസ് നോംസ് ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു കൺഫോം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ ഒന്നായിരിക്കും. അതുപോലെ തന്നെ അവിടെ ആരെങ്കിലും നല്ല രീതിയിൽ അത് വർക്ക് പെർഫോം ചെയ്യുമ്പം ആ ഒരു ഗ്രൂപ്പ് തന്നെ അവരെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതിന് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. 8ാമത്തെ ടൈപ്പ് ഗ്രൂപ്പാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പ് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പാണ്. വളരെ അടുത്തുള്ള ക്ലോസ് ഫ്രണ്ട്സ് മാത്രം, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് അസോസിയേഷനും ഒരു കോപ്പറേഷണൽ ക്യാരക്ടേഴ്സൊക്കെ അതിലുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, അതൊക്കെ പ്രൈമറി ഗ്രൂപ്പുകളാണ്. പ്രൈമറി ഗ്രൂപ്പ് എപ്പോഴും സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ സ്മോൾ ഗ്രൂപ്പ് എപ്പോഴും പ്രൈമറി ഗ്രൂപ്പ് ആയിക്കൊള്ളുന്നില്ല. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫോർമൽ ഗ്രൂപ്പാണത്. അതേപോലെ തന്നെ ജനറൽ ആൻഡ് റിമോട്ട് ഗ്രൂപ്പ് എന്ന് പറയാം. മെമ്പേഴ്സ്, ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ പ്രത്യേകിച്ച് എല്ലാ മെമ്പേഴ്സിൻ്റെയും പ്രോബ്ലംസൊക്കെ അവിടെ ഷെയർ ചെയ്യാനോ അങ്ങനെ അത്തരത്തിലൊരു ഇൻട്രസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇൻറ്റിമസിയോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കോപ്പറേഷനോ അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പിലുള്ള പോലുള്ള കുറേ കാര്യങ്ങളൊന്നും ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 8 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈ പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്സ്. എന്തിനാണ് ആളുകൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ. ഒരു റീസൺ എന്ന് പറയുന്നത് വൈ പീപ്പിൾ ചൂസ് ടു ഫോം ഇൻഫോർമൽ ഓർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഈസ് ദ ആർ അട്രാക്റ്റഡ് ടു വൺ അനദർ. നമ്മളെപ്പോഴും പലപ്പോൾ ആകർഷിക്കപ്പെടുന്നതാണ് നമ്മളുടെ ചില താല്പര്യങ്ങളോടുള്ള ആ ഒരു ഇഷ്ടങ്ങളോട് അതേപോലെ തന്നെ പ്രതികരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുക, ഇൻ്റർപേഴ്സണലി അട്രാക്ഷൻ ഉണ്ടാവുക. മെനി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ. അത് ഇൻക്രീസ് ചെയ്യുമ്പം അവരെന്താ ചെയ്യുന്നത്? അട്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് വെൻ പീപ്പിൾ ഹാവ് സിമിലർ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റീസ് ഓർ എക്കണോമിക് സ്റ്റാൻഡിങ്സ്. ഏതെങ്കിലും ഒരു ബേസിലായിരിക്കും ഗ്രൂപ്പ്. ഇപ്പോൾ ഒരുപാട് സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് വെച്ചാൽ അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, എക്കണോമിക് സ്റ്റാൻഡിങ്സിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ബേസിലോ അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ ബേസിലോ ഇൻഫർമേഷൻ്റെ ബേസിലോ താല്പര്യങ്ങളുടെ ബേസിലോ ഒക്കെയാണ് ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു റീസൺ. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് വേറെ ഒന്ന് വരുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് തോന്നുന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജോഗിങ്, പ്ലേയിങ് ബ്രിഡ്ജ്, ബൗളിങ്, ഡിസ്കസിങ് പോയട്രി, ഫ്ലൈയിങ് മോഡൽ എയർപ്ലെയിൻസ് ആൻഡ് ഓൾ ആക്ടിവിറ്റീസ് സം പീപ്പിൾ എൻജോയ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് തുടങ്ങും. അതിനാണ് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് വേറൊരു കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ഗോൾസ് ആണ്. ഇനി നമ്മൾ ചേരുന്ന ഗ്രൂപ്പുകളിൽ
ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ അവിടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നീഡ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുറേ ആവശ്യങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഐഡിയാസുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സുകൾ, ആശയങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുകയാണ്, അല്ലെങ്കിൽ ആൻസേഴ്സ് എല്ലാം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും അവിടെ എന്താവണം, ഓക്കെ ആവുകയാണ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ റെസിഡൻസ് ഇൻ എ ഹൗസിംഗ് കോളനി മേ ജോയിൻ ദ ക്ലബ് പാർഷ്യലി ആസ് വേ ടു മീറ്റ് എ ന്യൂ പീപ്പിൾ. ഇപ്പോൾ പുതിയൊരു കോളനിയിലെ താമസക്കാർ വരുന്ന സമയത്ത് അവിടുത്തെ അസോസിയേഷനിൽ അവർ ജോയിൻ ചെയ്യണം. എന്തിന് വേണ്ട, ആ ഒരു പുതിയ ആൾക്കാർ മറ്റുള്ള ആളുകളുമായിട്ടൊന്ന് പരിചയപ്പെടാനും മനസ്സിലാക്കാനും മിങ്കിൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ റിട്ടയർഡായ ആളുകളുടെ ഗ്രൂപ്പുകൾ, അങ്ങനെ ജോയിൻ ഗ്രൂപ്പ്സ്, അവരൊരു കമ്പാനിയൻഷിപ്പ് അവിടെ എൻജോയ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നതിൻ്റെ റീസൺ ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റുകൾ. ഇനി ചില ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ എന്താണ് ഫിനാൻഷ്യലി വല്ല ലാഭങ്ങൾ, ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റുകൾ. ഫൈനൽ റീസൺ വൈ പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്സ് ഈസ് ദാറ്റ് മെമ്പർഷിപ്പ് ഈസ് സംടൈംസ് സീൻ ആസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ പ്രൊവൈഡിങ് അതർ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡിവിജ്വൽസിന് മറ്റുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്ന ചില ടീമുകളുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫെയർലി കോമൺ ഫോർ കോളേജ് സ്റ്റുഡൻസ് എൻറ്ററിങ് ദെയർ സീനിയർ ഇയർ to join several professional clubകൾ, അസോസിയേഷനിലൊക്കെ, because listing such membership on resumes is thought that enhance the chance of getting good jobs. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അസോസിയേഷനിലും ക്ലബ്ബുകളൊക്കെ പേര് കൊടുക്കാൻ പറയും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയാലോ, അതാണ് ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റ് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ആവുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റുകൾ ഉണ്ട് തോന്നുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് വരിക. അപ്പോൾ അവിടെ ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ് എന്നൊരു തോന്നൽ കൊണ്ടാണ് ആ ഗ്രൂപ്പിലേക്ക് വരുന്നത്. മാനേജേഴ്സ് മൈ ജോയിൻ ഇൻ റോട്ടറി ക്ലബ്ബ്, ലയൺ ക്ലബ്ബ്. കാരണം അത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പം നമുക്ക് ബിസിനസ് കോൺട്രാക്റ്റിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെടുത്ത ടോപ്പിക്ക് എന്താണ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്. നിർബന്ധമായിട്ടും ഒന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ഗ്രൂപ്പ് ഡൈനാമിക്സും. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പിന് ഉണ്ടാവേണ്ടതായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഗ്രൂപ്പിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. 8 തരത്തിൽ നമ്മൾ പറഞ്ഞു. ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ്, അതേപോലെ ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കമാൻഡ് ഗ്രൂപ്പ് പറഞ്ഞു, ടാസ്ക് ഗ്രൂപ്പ് പറഞ്ഞു, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും യോജിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇൻ്റർപേഴ്സണലായിട്ടൊരു അട്രാക്ഷൻ അവിടെ ഉണ്ടാവാം, ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം, ഗ്രൂപ്പ് ഗോൾ ഉണ്ടാവാം, നീഡ് സാറ്റിസ്ഫാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റുകൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.